ഇന്ദിരാഭവന് മുന്നിൽ സ്ഥാപിച്ച കെ.സി. അനുകൂല ഫ്ലെക്സ് നീക്കി കെ. സുധാകരൻ അനുകൂലികളാണ് ബോർഡ് സ്ഥാപിച്ചത്. കെ.സി. കേരളത്തെ നയിക്കും എന്നായിരുന്നു ഫ്ലെക്സിൽ പരാമർശമുണ്ടായിരുന്നത്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങളുമായി ചേർന്നത്. സനിസ, നേരത്തെ തന്നെ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് കെ. സുധാകരൻ പരസ്യപ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അതിൽ നിന്ന് മൗനം പാലിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും പരസ്യമായി വി.ഡി. സതീശനെ അദ്ദേഹം തള്ളുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും അനുകൂലികൾ നിലവിൽ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ നീക്കം ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം, കാരണം? കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹം, അവിടെ നിന്നുള്ള ചിലരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിലേക്ക് പ്രവർത്തകരുടെ ആഗ്രഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കെ.സി. വേണുഗോപാലിന് വേണ്ടി കെ. സുധാകരൻ, നിങ്ങൾക്ക് കെ. സുധാകരൻ അനുകൂലിക്കുന്നവരാണല്ലോ? അതെ അതെ, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്നാണ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് തീർച്ചയായും ഉറപ്പുണ്ട്, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ കേരളത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകർ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് തങ്ങളെന്നാണ് പറഞ്ഞത്. അവരൊക്കെ തന്നെ കൂടിയായിരിക്കണം ഈ ഫ്ലെക്സ് അവിടെ സ്ഥാപിച്ചത്. നിലവിൽ എന്തിനാണ് ഈ ഫ്ലെക്സ് നീക്കം ചെയ്യുന്നത്? അപ്പോൾ മുന്നിലായിട്ട് തന്നെ ഇപ്പോൾ പുതിയൊരു ഫ്ലെക്സ് വന്നിരിക്കുകയാണ്. ഈ ബഹുഭൂരിപക്ഷത്തിൽ UDF ജയിച്ചതോടെ തന്നെ പലയിടങ്ങളിലുമായിട്ട് ഇത്തരത്തിൽ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഒരു സമയത്ത് ഫ്ലെക്സ് യുദ്ധമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് തന്നെ ജയിച്ചു എന്ന് ആ ദിവസം തന്നെ കെ.സി. കുഞ്ഞുഞ്ഞിന് ശേഷം കെ.സി. എന്ന ഫ്ലെക്സ് ഉയർന്നിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ വാം വെൽക്കം അവർ ന്യൂ CM എന്നടക്കമുള്ള കെ.സിയുടെ മറ്റൊരു ഫ്ലെക്സ് ഉയർന്നിരുന്നു. ഇപ്പോൾ കെ. സുധാകരൻ അനുകൂലികൾ മറ്റൊരു ഫ്ലെക്സ് കേരള നാടിനായി കെ.സി. എന്ന മറ്റൊരു ഫ്ലെക്സും കൂടി ഉയർത്തിയിരിക്കുകയാണ്. ഇതിൽ പ്രത്യക്ഷമായിട്ട് തന്നെ കെ.സിയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഈ ഫ്ലെക്സിലൂടെ വരുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോൾ 50% MLA-മാർ ഇപ്പോൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും കെ. സുധാകരൻ അനുകൂലികളുടെ ഒരു ഫ്ലെക്സ് KPCC ആസ്ഥാനത്തിന് മുന്നിൽ ഉയരുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കെ. സുധാകരനും പാർട്ടിയുമായിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും ഒക്കെ ഉയർന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ് കെ. സുധാകരൻ ഈ ഘട്ടത്തിൽ എടുക്കുന്നത്. കെ. സുധാകരന്റെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടും കെ.സിക്കാണെന്ന് ഈ ഒരു ഫ്ലെക്സിലൂടെ ഇവിടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കെ.സി. മുഖ്യമന്ത്രിയായി വരണം എന്നാണ് കെ. സുധാകരൻ പക്ഷം ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ വേണം ഇപ്പോൾ പറയാൻ. ഷാമിലി, ശരി.